ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, സംഗതി ശരിയാണ്. ഒരുപാട് ആളുകൾ ആവശ്യക്കാരുണ്ട് മദ്യത്തിന്. മദ്യശാലകൾ അടച്ചുപൂട്ടുകയോ നിയന്ത്രണം വരികയോ ചെയ്യുന്നതോടുകൂടി ആളുകളെല്ലാം വലിയ തോതിൽ ബുദ്ധിമുട്ടിലകപ്പെടുന്നുണ്ട്. ഈ പറയുന്ന മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ. സർക്കാരിനാണെങ്കിൽ വാർഷിക വരുമാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ തുക കിട്ടുന്നത് ഈ മദ്യവിൽപ്പനയിൽ നിന്നാണ്. ഈ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ നിയന്ത്രണങ്ങൾക്കെതിരെ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത്. വളരെ കൂടുതൽ ആളുകൾ. പക്ഷേ അപ്പോൾ തന്നെയും ശ്രീ ചാർലി പോൾ പറഞ്ഞ കാര്യം അവിടെയുണ്ട്. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നത് നിയന്ത്രണമാണ്. അദ്ദേഹം പോലും മദ്യവിരുദ്ധ സമിതിയുടെക്ക് വേണ്ടി സംസാരിക്കുന്ന അദ്ദേഹം പോലും പെട്ടെന്നുള്ളൊരു നിരോധം ഒരുപക്ഷെ പോസിബിൾ അല്ല എന്ന നിലപാട് പറയുന്നുണ്ട്. പക്ഷേ ഇത് നിയന്ത്രിക്കാതിരിക്കുക സാധ്യമല്ല. ഇപ്പോൾ ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെയും കോടതിയുടെയും ഒക്കെ ഇടപെടൽ കൊണ്ട് വന്നിരിക്കുന്നത് നല്ല ഒരു അവസരമാണ്. ഇതിനെ അകത്തേക്ക് മാറ്റുക, ഇതിനെ ദൂരപരിധി കൃത്യമായിട്ട് പാലിക്കുക, അകത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റാത്ത കുറേ സ്ഥാപനങ്ങൾ അങ്ങ് പൂട്ടിപ്പോവുക. അതുകൊണ്ട് ഈ പറയുന്ന തൊഴിലാളികളടക്കമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് മറ്റു രീതിയിൽ പരിഹരിക്കേണ്ടതാണ്. പക്ഷേ ഈ നിയന്ത്രണ സംവിധാനങ്ങളോട് ഗുസ്തി പിടിക്കാൻ പോകാതെ സർക്കാർ അതിനങ്ങ് വഴങ്ങുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, സർക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, സുപ്രീം കോടതി 500 മീറ്റർ അല്ലെങ്കിൽ 220 മീറ്റർ അകലേക്ക് മാറ്റാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് കുറയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഇഷ്ടം പോലെ ഔട്ട്ലെറ്റ്സ് കൊടുക്കുക. ഒരു പഞ്ചായത്തിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം വീതം ഉണ്ടെങ്കിൽ ഈ തിരക്കും ബഹളം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നിയന്ത്രണം ഏർപ്പെടുത്തുക. സഖാവ് ആനന്ദവട്ടം പറഞ്ഞതുപോലെ പോലീസുകാരുണ്ടല്ലോ, ഇവിടെ ഹെൽമെറ്റ് പിടിക്കാൻ എന്തൊരു ചുണയാണ് ഈ പോലീസുകാർക്ക്. ഇതുപോലെ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നവനെ പിടിക്കുക, ആദ്യം വാണിംഗ് കൊടുക്കുക, രണ്ടാം പ്രാവശ്യം അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ പിന്നെ ആരും വാഹനം ഓടിക്കത്തില്ല. അത് പരിശോധിക്കണം. അത് പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഹെൽമെറ്റ് ആണെങ്കിൽ അകലെ വെച്ച് കാണാം, വരുമ്പോൾ കൈ കാണിക്കുക, പൈസ വാങ്ങുക, അതെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ എറിഞ്ഞിട്ട് വീഴ്ത്തും. ഇതല്ല, സർക്കാരിൻ്റെ നിയമങ്ങളുണ്ടല്ലോ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടിക്കുക. അല്ല, 500 മീറ്റർ മാറ്റിക്കഴിഞ്ഞാൽ അപകടം കുറയുമോ? എന്ത് വിഡിത്തമായി പറയുന്നത്? 500 മീറ്റർ മാറ്റിയാൽ ഇപ്പോൾ ഉണ്ടാകുന്ന അപകടം അവിടെ അവൻ കുടിച്ചിട്ട് ഇറങ്ങി വരും. പക്ഷേ വേറൊരു കാര്യം സർക്കാരിന് പറ്റിയ മറ്റൊരു വീഴ്ച എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിലെ ഹോൾസെയിൽ സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിൽക്കുന്നുള്ളൂ. ഹോൾസെയിലായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ കന്നഡയിലും തമിഴ്നാട്ടിലുമൊക്കെ ഈ ഔട്ട്ലെറ്റിൻ്റെ ചേർന്ന് തന്നെ ഒരു ചെറിയ മുറി കാണും. അവിടെ നിന്നോ ഇരുന്നോ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ കുടിക്കുന്നുണ്ടായിരുന്നു. ഇത് കേരളത്തിൽ അങ്ങനെയല്ലായിരുന്നു. അത് വാങ്ങിച്ച് വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ആരും അറിയാതെ ആർക്കും ശല്യം ചെയ്യാതെ കുടിക്കുകയായിരുന്നു. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഈ നമ്മുടെ വക്കീലിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു തെറ്റാണ്, വലിയൊരു വീഴ്ചയാണത്. അതുപോലെ തന്നെ ഈ പൂട്ടിയിട്ടിരിക്കുന്ന ബാറുകൾ 500 മീറ്ററും ഒക്കെ അകലെയുള്ള റോഡിൽ നിന്ന് അകലെയുള്ള ബാറുകളിലേക്ക് ഇത് അവിടെ ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അത് ബാർ തുറന്നു കൊടുക്കട്ടെ. അവിടെ സർക്കാരിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയാൽ മതി. അവർക്ക് സമ്മതമാണ്. വാടകയ്ക്ക് എടുക്കണം സ്ഥലം. ഇത് ഏറ്റവും അവസാനം 2 ദിവസം മുമ്പാണ് ഇതിനെക്കുറിച്ചൊരു ഉണർവുണ്ടായത്. നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഡിസംബറിൽ വിധി വന്നപ്പോൾ തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു. അന്നേരം പരസ്യം ചെയ്ത് സ്ഥലം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നേരത്തെ തന്നെ അവിടെ സാധനങ്ങൾ ഇറക്കണം. ഇതങ്ങനെയല്ലല്ലോ. രാത്രി വേസ്റ്റ് കളയുന്നവരെ കൊണ്ടത് ഈ പല സ്ഥലത്തും വേസ്റ്റ് കളയുന്നവരെ കൊണ്ട് ഇടുകയായിരുന്നു. അങ്ങനെ എല്ലാവരും ചെയ്യേണ്ടിയിരുന്നത്. ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, നല്ല സ്ഥലങ്ങൾ, ശല്യമില്ലാത്ത സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. ഏതായാലും ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസാണ്. ഇതുകൊണ്ടാണ് ഇവിടുത്തെ സർക്കാർ നടന്നു പോകുന്നത്. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ വരുമാനം കൊണ്ടാണ്. ഇത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം തന്നെ ആണെങ്കിൽ പാലം പണിയാനില്ല, കാശില്ല, റോഡ് നന്നാക്കാനില്ല, ആശുപത്രിയിൽ മരുന്നില്ല. ഇതിങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അത് വലിയ പ്രശ്നമാണ്. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ചാർലി പോൾ, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനമാണ് ഈ മദ്യം വിറ്റ് ഉണ്ടാക്കുന്നത്. മദ്യം ഉപയോഗിക്കുന്നത് ലോകത്തൊരു സ്ഥലത്തും, നേരത്തെ ശ്രീ BM രാധാകൃഷ്ണക്കാരൻ ചൂണ്ടിക്കാണിക്കേണ്ടായി, മദ്യം നിരോധിക്കുക എന്നത് പൂർണ്ണമായിട്ട് എവിടെയും സാധ്യവുമല്ല. നിയന്ത്രണം വേണം, ആളുകളെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നതൊക്കെ ശരിയാണ്. അല്ലാതെ ഈ പ്രയാസത്തിൽ ചെന്നപ്പെടുക, അതുകൊണ്ട് ജീവിതം നശിച്ചു പോവുക, അതുകൊണ്ട് വാഹനം ഓടിച്ച് ആളുകളില്ലാതായി പോവുക, അങ്ങനെയൊന്നും ആവരുത്. പക്ഷേ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിയന്ത്രിതമായിട്ട് നല്ല മദ്യം കൊടുത്ത് ഉപയോഗിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക തന്നെ വേണം. അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥ തന്നെ വലിയ അപകടത്തിലാകും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പോഴിങ്ങനൊരു സാഹചര്യം വന്നിട്ടുണ്ട്. സമരത്തിലേക്ക് പോകുന്ന ആളുകളെ അങ്ങനെ വല്ലാത്ത തോതിൽ സമരങ്ങളിലേക്ക് പോകാതെ ഈ സംവിധാനം നടന്നു പോകാനുള്ള ഇടം ഒരുക്കി കൊടുക്കുക എന്നതുകൂടെ, താങ്കൾ നേരത്തെ പറഞ്ഞു നിയന്ത്രണമാണ് വേണ്ടത്, റെഗുലേഷനാണ് വേണ്ടത്. അതിനു വേണ്ടി ഈ സമരങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുക, അല്ലെങ്കിൽ സമരങ്ങളോട് വല്ലാത്ത തോതിൽ അതിന് പിന്നാലെ പോവാതിരിക്കുക എന്നത് ചെയ്യേണ്ടതല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ജനം ഇങ്ങനെ ഇതുപോലെ ഇപ്പം ഈ സമരം നടത്തുന്നതെല്ലാം മദ്യവിരുദ്ധ പ്രസ്ഥാനക്കാരല്ല. ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത,
മുഴുക്കുടിയനായ വ്യക്തി പോലും അവന്റെ വീടിന്റെ പരിസരത്ത് മദ്യഷാപ്പ് വരുന്നതിനെതിരാണ്. കാരണം എന്താ, ഒരു വിദ്യാലയം വരുമ്പോൾ ആ നാടിന് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാവും. നേരെ മറിച്ചൊരു മദ്യാലയം വരുമ്പോൾ ആ പ്രദേശം മുടിഞ്ഞു പോകും. അവിടെ മദ്യപാനികളുടെ ആവാസ കേന്ദ്രമായി മാറും, അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറും, അവിടുത്തെ സമാധാനവും സുസ്ഥിതിയൊക്കെ നഷ്ടപ്പെടും. അത് ബോധപൂർവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മദ്യശാല വരുമ്പോൾ ജനങ്ങൾ ഒന്നടക്കം എതിർക്കുന്നത്. ആ പ്രദേശത്തിന്റെ ശാന്തിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു മദ്യശാല അവിടെ മുന്നിൽ അടിച്ചേൽപ്പിക്കാൻ ഈ രാജ്യത്ത് ആർക്കാണ് കഴിയുക? ഏറ്റവും വലിയ പരമാധികാരം എന്ന് പറയുന്നത് ജനാധികാരമാണ്. അവിടെ വരുമ്പോൾ അവിടുത്തെ ഇടത് വലത് പാർട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു മദ്യശാല ഏതാനും കുടിയന്മാരായ മനോരോഗികൾക്ക് വേണ്ടി ഒരു നാട്ടിൽ സ്ഥാപിക്കണോ വേണ്ടെന്നുള്ളതാണ്. ആ നാട്ടിലെ ജനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് വേണ്ട. നമ്മൾ ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുണ്ട്. ഈ ബില്ല് എന്തിനാണ് നടപ്പാക്കിയത്? ഒരു പ്രദേശത്ത് മദ്യശാല വേണോ വേണോ തീരുമാനിക്കാനുള്ള അധികാരം ആ പഞ്ചായത്തിനാണ്. ആ ലൈസൻസ് അത് മാറ്റി സ്ഥാപിക്കുക വേണം താനും. അപ്പൊ അത് അവിടേക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അതിന് കാരണമുണ്ടല്ലോ. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ശ്മശാനങ്ങളുടെയും പള്ളികളുടെയും ആരാധനാലയങ്ങളുടെയും ഒക്കെ സമീപത്ത് നിന്ന് ദൂരെയായിരിക്കണം. എന്തിനാ നിയമം കൊണ്ടുവന്നത്? അതൊക്കെ തന്നെ ഈ മദ്യശാലകൾ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയെ ഈ ദുഷിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഞാൻ ഇടപെടുകയാണ് ശ്രീ ചാർലി. ഇപ്പോൾ സമയക്കുറവുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ശ്രീ VM രാധാകൃഷ്ണൻ, എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയാണ്. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ പരിധിയുണ്ട്, പരിമിതികളുണ്ട്. ഇതിന് വഴങ്ങി നിങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ അവിടങ്ങളിൽ സമരങ്ങളും തടസ്സങ്ങളുമുണ്ട്. എന്താണ് ചെയ്യാൻ കഴിയുക? എന്താണ് ചെയ്യുക? ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്, കേരള സർക്കാർ അവരുടെ മദ്യനയം എത്രയും പെട്ടെന്ന് താമസം വിന അടിയന്തരമായി പുതിയ മദ്യനയം പ്രഖ്യാപിക്കുക. ഒന്ന്. രണ്ടാമത്തത്, ഇവരുടെ നിലവിലുള്ള 2014 വരെ പ്രവർത്തിച്ചിരുന്ന FL3 ലൈസൻസുകൾ അഥവാ ബാർ ഉടമകൾ, ഇപ്പോൾ നിലവിലുള്ള ബിയർ ആൻഡ് വൈൻ പാർലർ ഉടമകൾ, ഇവരുടെയൊക്കെ ലൈസൻസുകൾ സുപ്രീം കോടതി നിശ്ചയിച്ച ദൂരപരിധിക്ക് പുറത്ത് മാറ്റി സ്ഥാപിക്കാൻ, അവരുടെ പെർമിറ്റ് റൂമുകൾ മാറ്റി സ്ഥാപിക്കാൻ അനുവദിക്കുക. ഞങ്ങൾക്ക് ഇതിന് അനുമതി തന്നാൽ ഇത്രയധികം കഷ്ടപ്പെടാതെ തന്നെ ഈ ജനങ്ങളുടെ മദ്യത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം നിർവഹിക്കപ്പെടുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇത് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടുപിടിക്കാൻ ഈ വ്യവസായത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാകാതെ, വ്യവസായികളെയും തൊഴിലാളികളുടെയും തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട്, വ്യവസായികളുടെ നിക്ഷേപം സംരക്ഷിച്ചുകൊണ്ട്, സാമ്പത്തിക സ്ഥാപനങ്ങൾ വായ്പ നൽകിയ ധനം സംരക്ഷിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ എത്രയും പെട്ടെന്ന് മദ്യനയം പ്രഖ്യാപിക്കുകയും കഴിഞ്ഞ സർക്കാർ ചില താല്പര്യങ്ങളോടുകൂടി എടുത്തിട്ടുള്ള വികലമായ മദ്യനയം പരിഷ്കരിച്ച് ശാസ്ത്രീയമായ ഒരു മദ്യനയം നടപ്പിൽ വരുത്തുക. അതായിരിക്കും ഇതിനുള്ള പരിഹാരം. അതല്ലാതെ റോഡുകളുടെ പേര് മാറ്റിയത് കൊണ്ടോ, റോഡുകളുടെ തൽക്കാലം ഏതാനും റോഡുകളുടെ പേര് മാറ്റിയത് കൊണ്ട് നാഷണൽ ഹൈവേന്റെ പേര് മാറ്റാൻ സംസ്ഥാന സർക്കാരിനാകില്ല. സംസ്ഥാന പാതകളുടെ പേര് മാറ്റിയത് കൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അബ്കാരി ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്തി ഇതിന് ഒരു ശാസ്ത്രീയ മുഖം നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ വളരെ നന്ദി ശ്രീ VM രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ അഡ്വക്കേറ്റ് ചാർലി പോൾ, ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ദൂരപരിധി സംബന്ധിച്ചുണ്ടായിരിക്കുന്ന പ്രതിസന്ധി അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ആലോചിക്കുകയാണ്. സമയം വേണം എന്നാവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള നിയമ ഉപദേശം തേടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വരും ദിവസങ്ങൾ എന്താണ് ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം പ്രൈം ഡിബേറ്റിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ഡിബേറ്റ് തുടരുന്നു. AK ശശീന്ദ്രൻ ഉൾപ്പെട്ട ഫോൺ സംഭാഷണ കേസിൽ ക്രൈംബ്രാഞ്ച് ചാനലിലെത്തി തെളിവെടുപ്പ് നടത്തി. ജീവനക്കാരുടെ മൊഴിയെടുത്തു. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും.
വിവാദ ഫോൺ സംഭാഷണ കേസിലെ പ്രതികളോട് ഇന്നു മുതൽ 3 ദിവസങ്ങളിലായി ഹാജരാകാനാണ് പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. രാവിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെത്താൻ നോട്ടീസ് കിട്ടിയവർ പക്ഷേ ഹാജരായില്ല. തുടർന്ന് ക്രൈംബ്രാഞ്ച് മംഗളം ഓഫീസിൽ എത്തുകയായിരുന്നു. കേസിൽ തെളിവെടുപ്പ് നടത്തി. പിന്നീട് ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തു. AK ശശീന്ദ്രനുമായി ഫോൺ സംഭാഷണം നടത്തിയ യുവതിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നാളെ ഹാജരാകാനാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിനിടെ മംഗളം ചാനൽ മേധാവിയും മറ്റുള്ളവരും മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ നീക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തിങ്കളാഴ്ച കേസ് പരിഗണിക്കും. കോടതിയുടെ നിലപാടറിഞ്ഞ ശേഷം അന്വേഷണം ഏതു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യം പോലീസ് തീരുമാനിക്കും. ഏതായാലും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം. മന്ത്രിയെ വിളിക്കാൻ ഉപയോഗിച്ച ഫോണും മറ്റും ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. മികച്ച സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ എക്സ്പേർട്ടുള്ള ടീമിക്ക് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ നിഷ്പക്ഷമായിട്ട് ഡെഫിനറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യൂ. അതിലൊരു സംശയമൊന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മന്ത്രിസഭയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് തന്നെ. മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്ന ജേക്കബ് തോമസിന് അനുകൂല നിലപാടല്ല ധനമന്ത്രി തോമസ് ഐസക് സ്വീകരിച്ചത്. തുറമുഖ ഇടപാടിൽ ജേക്കബ് തോമസ് കുറ്റക്കാരനാണെന്ന് ധനവകുപ്പ് വ്യക്തമാക്കുന്നു. ധനകാര്യ വകുപ്പാണ് ജേക്കബ് തോമസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ട് പൂർണ്ണമായും തയ്യാറാക്കിയത്. ഇത് അതേപടി മുൻ ചീഫ് സെക്രട്ടറി അംഗീകരിക്കുകയായിരുന്നു. റിപ്പോർട്ടിൽ ധനമന്ത്രിയും ഒപ്പുവെച്ചു. മുഖ്യമന്ത്രി അനുകൂലിച്ചിരുന്ന ജേക്കബ് തോമസിന് ധനമന്ത്രിയുടെ പിന്തുണയുണ്ടായിരുന്നില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തം. വിരമിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ധൃതി പിടിച്ച് SM വിജയാനന്ദ് റിപ്പോർട്ട് AGക്ക് കൈമാറിയത്. പുതിയ ചീഫ് സെക്രട്ടറിയായി നളിനി നെറ്റോ അധികാരമേറ്റാൽ റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാതിരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഈ നീക്കം നടന്നത്. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കുമ്പോൾ മണ്ണുമാന്തി കപ്പൽ വാങ്ങുന്നതിൽ ക്രമക്കേട് നടന്നു എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന്റെ റിപ്പോർട്ടിലെ പ്രധാന ആരോപണം. മന്ത്രിസഭയിലെ അഭിപ്രായ ഭിന്നതയാണ് ജേക്കബ് തോമസിനെതിരെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ പ്രതിഫലിച്ചത്. കോടതിയിൽ നിന്നുള്ള പ്രതികൂല പരാമർശം കൂടി ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രിയും സമ്മർദ്ദങ്ങൾക്ക് വിധേയനായി. മനു ഭരത്, ന്യൂസ് 18 തിരുവനന്തപുരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കണമെന്ന സർക്കാർ തീരുമാനം തന്നെയാണ് തനിക്കുമുള്ളതെന്ന് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ. ഉദ്യോഗസ്ഥരെ ഒരു കുടുംബം പോലെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് പരിശ്രമിക്കുമെന്നും പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം നളിനി നെറ്റോ പറഞ്ഞു. വലിയ പരിഭ്രമമൊന്നും ഇല്ലാതെയാണ് പുതിയ ചീഫ് സെക്രട്ടറി ചുമതലയേറ്റത്. തന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റമുണ്ടാകില്ലെന്ന് നളിനി നെറ്റോ. ആത്മാർത്ഥതയും കഠിനാധ്വാനവും തന്നെ പ്രധാനം. ഒരു കുടുംബം പോലെ സന്തോഷമായിട്ട് എന്റെ കാലയളവ് നടക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. സഹായിക്കുന്നവരെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഇവിടെ നൽകാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി മൈ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ. IPS IAS തർക്കം എങ്ങനെ നേരിടുമെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഒരു തരത്തിലും ആരെയും തമ്മിലടിപ്പിക്കാൻ ഒരാഗ്രഹവുമില്ല. ഏറ്റവും ഒരു ഫാമിലിക്കകത്താണെങ്കിൽ എല്ലാവർക്കും പ്ലസും മൈനസും ഉണ്ടാവും. ആരും 100% പെർഫെക്റ്റ് അല്ല. പക്ഷെ അവരവരുടെ നന്മകൾ കണ്ട് തിരിച്ചറിഞ്ഞ് അവരവരുടെ പ്രവർത്തനം വിലയിരുത്താനും അവരുടെ പ്രവർത്തനം പ്രയോജനപ്പെടുത്താനും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ സഹായിച്ച് അതിൽ നിന്നും കരകയറ്റാനുമുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക. സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചീഫ് സെക്രട്ടറി ആയിരിക്കും താനെന്നും നളിനി നെറ്റോ പറഞ്ഞു വെക്കുന്നു. എന്റെ അഭിപ്രായം ഗവൺമെന്റിന്റെ അഭിപ്രായം തന്നെയാണ് എന്റെ അഭിപ്രായം. അതിനകത്തൊരു പ്രത്യേക അഭിപ്രായമില്ല. കാരണം ചീഫ് സെക്രട്ടറിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ അത് വോയിസ് ഓഫ് ദി ഗവൺമെന്റ് ആണ്. അതിനകത്ത് ഇൻഡിവിജ്വൽസിനുള്ള ലൈക്സും ഡിസ്ലൈക്സിനും ഒരു പ്ലേസും ഇല്ല. അപ്പം നമ്മൾ സർക്കാരിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രവർത്തന ശൈലി തന്നെയാണ് ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ഉണ്ടാകേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. കള്ളനോട്ടുകൾ തടയാൻ 4 വർഷം കൂടുമ്പോൾ ഉയർന്ന മൂല്യമുള്ള കറൻസികളിലെ സുരക്ഷാ മുദ്രകളിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. നോട്ട് അസാധുവാക്കലിന് ശേഷം 2000 രൂപയുടെ കള്ളനോട്ടിന്റെ വലിയ ശേഖരം പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് ആലോചന. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഉയർന്ന മൂല്യമുള്ള നോട്ടുകളിലെ സുരക്ഷാ മുദ്രകൾ 3-4 വർഷം കൂടുമ്പോൾ മാറ്റുക എന്നതാണ് വികസിത രാജ്യങ്ങളിലെ പതിവ്. എന്നാൽ ഇന്ത്യയിൽ 2000 കൊണ്ടുവന്ന 1000 രൂപയുടെ നോട്ട് പിൻവലിക്കുന്നതുവരെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. 1987 കൊണ്ടുവന്ന 500 രൂപയുടെ നോട്ടിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നില്ല. നോട്ട് അസാധുവാക്കലിന് ശേഷം അച്ചടിച്ച 2000 രൂപയുടെ നോട്ടിന്റെ രീതിയിലുള്ള കള്ളനോട്ടുകളുടെ വൻ ശേഖരം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയതോടെയാണ് സുരക്ഷാ മുദ്രകൾ ഇടയ്ക്കിടെ മാറ്റാൻ കേന്ദ്ര സർക്കാർ ആലോചന തുടങ്ങിയത്. ആഭ്യന്തര സെക്രട്ടറി രാജീവ് മഹർഷി അടക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെയും ധനമന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതേക്കുറിച്ച് ചർച്ച നടത്തിയത്. 2000 നോട്ടുകളിലുള്ള 17 സുരക്ഷാ മുദ്രകളിൽ 11 എണ്ണവും അതേ രീതിയിൽ പകർത്താൻ കള്ളനോട്ട് അച്ചടിക്കുന്നവർക്ക് കഴിഞ്ഞു. വാട്ടർമാർക്ക്, റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ്, ദേവനാഗരി ഭാഷയിൽ എഴുതിയ നോട്ടിന്റെ മൂല്യം തുടങ്ങിയവ അതേപടി തന്നെ കള്ളനോട്ടിലുമുണ്ട്. അച്ചടിച്ച പേപ്പറിന് ഗുണനിലവാരമില്ലെങ്കിലും ചന്ദ്രയാനും സ്വച്ഛ് ഭാരത് അഭിയാനുമെല്ലാം മാറ്റമില്ലാതെ പകർത്തി. ISIയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ടുകൾ ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്നാണ്
രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതേ തുടർന്നാണ് 3-4 വർഷം കൂടുമ്പോൾ സുരക്ഷാ മുദ്രകളിൽ മാറ്റം വരുത്താൻ ആലോചിക്കുന്നത്. ജെ സതീഷ് കുമാർ, ന്യൂസ് 18, ഡൽഹി. ഇന്ത്യൻ ഓപ്പൺ സൂപ്പർ സീരീസ് ബാഡ്മിന്റൺ കിരീടം PV സിന്ധുവിന്. ഫൈനലിൽ സ്പെയിനിന്റെ കരോളിൻ മാരിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. സൂപ്പർ സീരീസിൽ സിന്ധുവിന്റെ 2ാം കിരീട നേട്ടമാണിത്. വീറും വാശിയും റിയോ ഒളിമ്പിക്സിലെ കലാശ പോരാട്ടത്തിന് തുല്യം. പക്ഷേ ഇത്തവണ സിന്ധു വിട്ടുകൊടുത്തില്ല. ലോക 1-ാം നമ്പർ താരത്തെ സിന്ധു തോൽപ്പിച്ചത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. നഷ്ടപ്പെട്ട കിരീടം തിരിച്ചുപിടിക്കാൻ കിട്ടിയ അവസരം PV സിന്ധു നന്നായി മുതലെടുത്തു. കളിയുടെ തുടക്കത്തിലെ സിന്ധു ആധിപത്യം നിലനിർത്തി. സിന്ധുവിന്റെ ചടുലമായ ഷോട്ടുകൾക്ക് മുന്നിൽ മാരിനെ പിടിച്ചു നിൽക്കാനായില്ല. ആദ്യ സെറ്റ് 19-നെതിരെ 21-ന് സിന്ധു സ്വന്തമാക്കി. രണ്ടാം സെറ്റിലും സിന്ധുവിന്റെ തകർപ്പൻ മുന്നേറ്റം. രണ്ടാം സെറ്റിൽ തിരിച്ചുവരാൻ മാരിൻ ശ്രമിച്ചെങ്കിലും സിന്ധുവിന്റെ പ്രകടനത്തിന് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. രണ്ടാം സെറ്റ് 16-നെതിരെ 21-ന് നേടി സൂപ്പർ സീരീസ് കിരീടത്തിൽ PV സിന്ധു മുത്തമിട്ടു. PV സിന്ധുവിന്റെ 2ാം സൂപ്പർ സീരീസ് കിരീട നേട്ടം കൂടിയാണിത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നതിന് മുമ്പ് പ്രധാന വാർത്തകൾ വീണ്ടും. മദ്യശാലകൾ പൂട്ടാനുള്ള സമയപരിധി നീട്ടിക്കിട്ടാൻ നിയമോപദേശം തേടി സർക്കാർ. ജനങ്ങൾക്ക് ഹിതകരമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കണമെന്ന് മന്ത്രി G. സുധാകരൻ. പ്രശ്നപരിഹാരത്തിന് കുറുക്കുവഴി തേടില്ല. മദ്യശാലകൾ മാറ്റിസ്ഥാപിക്കുന്നതിനെതിരെ വിവിധയിടങ്ങളിൽ ജനകീയ സമരങ്ങൾ. AK ശശീന്ദ്രൻ ഫോൺ വിവാദത്തിൽ ചാനലിൽ തെളിവെടുപ്പ്. നിഷ്പക്ഷ അന്വേഷണമെന്ന് DGP. മുൻകൂർ ജാമ്യം തേടി പ്രതികൾ ഹൈക്കോടതിയിലേക്ക്. മാധ്യമപ്രവർത്തനം വ്യവസായം മാത്രമാകരുതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അവധി കഴിഞ്ഞെത്തിയാൽ ജേക്കബ് തോമസിന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനം തിരികെ നൽകുമെന്ന് ലോക്നാഥ് ബെഹ്റ. തുറമുഖ ഇടപാടിൽ ജേക്കബ് തോമസ് കുറ്റക്കാരനെന്ന് ധനവകുപ്പ്. ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് ചീഫ് സെക്രട്ടറി. ഇന്ത്യൻ ഓപ്പൺ സൂപ്പർ സീരീസ് കിരീടം PV സിന്ധുവിന്. റിയോ ഒളിമ്പിക്സിലെ തോൽവിക്ക് കരോളിന മാരിന് സിന്ധുവിന്റെ മധുര പ്രതികാരം. മൂന്നാറിൽ ആവശ്യമെങ്കിൽ ഇടപെടുമെന്ന് രാജ്നാഥ് സിംഗ്. ഉറപ്പ് നൽകിയത് BJP സംസ്ഥാന നേതൃത്വത്തിന്. മൂന്നാറിനെ തകർക്കരുതെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ സമരം നാളെ. പട്ടികജാതി കോളനിയുടെ ഭൂമിയടക്കം റിയൽ എസ്റ്റേറ്റ് മാഫിയ തട്ടിയെടുക്കുന്നു. പരിശോധിച്ച് നടപടിയെന്ന് റവന്യൂ മന്ത്രി. കള്ളനോട്ടുകൾ തടയാൻ 4 വർഷം കൂടുമ്പോൾ ഉയർന്ന മൂല്യമുള്ള കറൻസികളിലെ സുരക്ഷാ മുദ്രകളിൽ മാറ്റം വരുത്താൻ ആലോചന. 2000 രൂപയുടെ കള്ളനോട്ടിന്റെ വലിയ ശേഖരം പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് നീക്കം.